ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. നമുക്കെല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബാഹ്യ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ആന്തരിക കണ്ണുകൾ തുറന്ന് സ്വർഗീയ ദർശനം കണ്ട് കർത്താവിനെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ കർത്താവ് നമുക്ക് തരുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിയുന്നത്രയും എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട് കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടും. നിൻ തിരുസന്നിധിയിൽ ഞാൻ ഇന്ന് വന്നിടുന്നു എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് സമർപ്പണത്തോട് പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു പാപഭാരമില്ല, പാപഭാരമില്ല നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമില്ല നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതനാമിൻ്റെ ശാപങ്ങൾ നേരത്തിലും എന്നെ പിരിയുകയില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകയില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകയില്ല. എന്നെ നടത്തുന്നോൻ, എന്നെ നടത്തുന്നോൻ
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ രക്തത്തിൻ്റെ വിലകളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് ഹല്ലേലൂയ കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഇന്നത്തെ വിശുദ്ധ ദിവസം തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ ഏക ഹൃദയത്തോട്, ഏക മനസ്സോട്, കർത്താവെ ഏക ആഗ്രഹത്തോട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. അനുഗ്രഹീതമായ ഒരു ദിവസം കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങയിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഹോവേ, ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരുമെന്നുള്ള ആത്മീക അനുഗ്രഹത്തോട് കഴിഞ്ഞ ഒരാഴ്ചവട്ടം മുഴുവനും കർത്താവ് ഞങ്ങളെ കാത്തു. അവിടുന്ന് പരിപാലിക്കുന്ന എല്ലാ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവെ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ ഇന്ന് അവിടുത്തെ പാദപെടുത്തെങ്കിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ സന്നിധിയിലെ സന്തോഷം കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും അനുഭവിപ്പാൻ അങ്ങ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുകയും ചേർന്ന് അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേണ്ടുന്ന ആത്മീക മന്ന ഞങ്ങളുടെ മേൽ പൊഴിക്കുമാറാകണം. ഈ പാളയത്തിന് ആവശ്യമായ മന്ന കർത്താവെ അവിടെ നിന്ന് പൊഴിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയിൽ സന്തോഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പാട്ട്, പ്രാർത്ഥന, കർത്താവെ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ എല്ലാം അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കർത്താവ് കാരണമാക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ കർത്താവെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നതിനാൽ ഞങ്ങൾ ഒന്നിച്ച് നന്ദി പറയുന്നു. കർത്താവെ, സകല മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാടിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. നാം ചില പാട്ടുകൾ പാടി കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുവാനായിട്ട്, സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ലഭിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഇടം മറന്ന്, പരിസരം മറന്ന്, ഹല്ലേലൂയ നമ്മുടെ ഉള്ള അവസ്ഥയെല്ലാം മറന്ന്, പ്രയാസങ്ങളൊക്കെ മറന്ന്, യാതൊരു ചിന്തകളും നമ്മളെ അലട്ടുന്നതിനിടയായി തീരാതെ സകല അന്യ ചിന്തകളെയും വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം വേർപെട്ടിരുന്ന് കർത്താവിനെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക എന്നുള്ള പാട്ട് കൊയർ പാടുമ്പോൾ കരങ്ങളെ തട്ടി നമുക്ക് ചേർന്ന് പാടി കർത്താവിൽ സന്തോഷിക്കാം. സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ
ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഒന്നിച്ച് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന നല്ല അവസരത്തിനായിട്ട്, സാവകാശത്തിനായിട്ട് ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് കർത്താവിന് നന്ദി പറയാം. പലയിടങ്ങളിൽ നിന്നാണ് നാം ആയിരിക്കുന്നതെങ്കിലും ഏക ഹൃദയത്തോടും ഏക മനസ്സോടും കർത്താവിനെ ആരാധിക്കുവാൻ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പാട്ട് കൂടെ നാം പാടുവാനായിട്ട് പോവുകയാണ്. ലോകെ ഞാനൻ ഓട്ടം തികച്ചു. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. ലോകെ ഞാനൻ ഓട്ടം തികച്ചു എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ലോകെ ഞാനെന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. ലോകെ ഞാനെന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ തിളങ്ങിയിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. ഹല്ലേലൂയ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി
ലോകെ ഞാൻ നോട്ടം തികച്ചു, സ്വർഗഗേഹെ വിരുദ്ധനായി. ഹല്ലേലൂയ. എത്ര വലിയ പ്രത്യാശയുള്ള ഒരു ഗാനമാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടി സന്തോഷിക്കുവാനായിട്ടിടയായി തീർന്നത്. ലോകെ ഞാൻ നോട്ടം തികച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ വിശ്വസ്തയോട് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്ന് പറയുവാൻ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അന്ത്യം വരെയും വിശ്വസ്തരായി നിൽക്കുവാൻ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടി എല്ലാം തീരുകയല്ല എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ഇവിടെ നിന്ന് നാം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നാം വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പ്രൊമോട്ടഡ് ടു ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തോട് അല്പം കൂടെ നാം അടുത്ത് ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം നമുക്ക് മഹത്വമേറിയ ഒരു ശരീരം ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ലോകെ ഞാനൻ ഓട്ടം തികച്ചു എന്ന് വിശ്വസ്തയോട് പറയുവാൻ, സന്തോഷത്തോട് പറയുവാൻ, അഭിമാനത്തോട് പറയുവാൻ കർത്താവ് നമ്മളെ ആശ്ലേഷിക്കുന്നത് സ്വപ്നം കണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് സഹായിക്കട്ടെ. നിത്യമായി കർത്താവിനെ സ്നേഹിക്കുവാൻ, നിത്യമായി നിത്യതയിൽ കർത്താവിനെ പാടി ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെയും നമുക്ക് മനസ്സിൽ ധ്യാനിച്ച് കണ്ട് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ബൈബിൾ റീഡിങ്ങിനായിട്ട് കിടക്കുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കാട്ട്, കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും എടുത്താട്ട് ബൈബിൾ റീഡിങ്ങിനായിട്ട് കിടക്കുകയാണ്. ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കാനായിട്ട് ബ്രദർ ചെറിയാൻ കുഞ്ഞ് കോട്ടയം മുന്നോട്ട് കടന്നു വരികയും നമ്മെ ബൈബിൾ റീഡിങ്ങിൽ സഹായിക്കുകയും ചെയ്യും. ബ്രദർ ചെറിയാൻ കുഞ്ഞ്. പ്രൈസ് ലോർഡ്. ദൈവവചനത്തിൽ നിന്ന് ദൈവവചന ഭാഗം നമുക്ക് വായിച്ചു കേൾപ്പാം. അതിനായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി ഇരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്കു തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി. വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവനു ദണ്ഡനം വന്നുമെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവനു ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ വേദഭാഗങ്ങൾ നമുക്ക് ജീവനും ചൈതന്യവുമായി വ്യാപരിക്കട്ടെ. ഈ ഒരാഴ്ചവട്ടം മുഴുവനും അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ് നാം വായിച്ചു കേട്ടത്. അത് ഭൂമിയിൽ എഴുതുന്നതിന് മുന്നമേ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരുന്നതാണ്. ഹല്ലേലൂയ. അത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ്. അത് നമ്മുടെ മൺകൂടാരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ജീവനായി ചൈതന്യമായി ഹല്ലേലൂയ ദൈവിക അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ വചനത്തെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വീണ്ടും സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ചില വിഷയങ്ങൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, കഴിഞ്ഞ നാളുകളിൽ അതിശയകരമായി നമ്മെ പോറ്റി പുലർത്തിയ ദൈവം, നടത്തിയ ദൈവം ഹല്ലേലൂയ വീണ്ടും അനുഗ്രഹത്തോട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും പകരേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയെ ലോകമെമ്പാടും അറിയിക്കുവാൻ നമ്മളാവോളം നമ്മൾ ആഗ്രഹിക്കുകയും
പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൽ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, അത് ലോകത്തെമ്പാടും അറിയിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം നമ്മുടെ മേൽ പകരുവാൻ, അധികാരത്തോടെ, അഭിഷേകത്തോടെ, ധൈര്യത്തോടെ കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. സാറ്റർഡേയിലെ ബൈബിൾ ക്ലാസ്, തുറന്നു ദിവസത്തിൻ്റെ പാഠശാല എന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട് പ്രാർത്ഥിക്കാം. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കുന്ന അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രോഗ്രാമിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് TVക്കായിട്ട് പ്രാർത്ഥിക്കാം. ഹിന്ദി മേഖലകളിൽ നടക്കുന്ന ഒറീസയിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഹല്ലേലൂയ, അതുപോലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ അവിടെ എവിടെയായി കൂടിവരവുകളുണ്ട്, സഭായോഗങ്ങളുണ്ട്, ബൈബിൾ ടീച്ചിങ് സെൻ്ററുകളുണ്ട്, പ്രെയർ സെല്ലുകളുണ്ട്. അതെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, മഹത്വത്തിന് വേണ്ടി, ഹല്ലേലൂയ, അത് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് അതിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലീഡേഴ്സുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രത്യേക അനുഗ്രഹം, പ്രത്യേക കൃപ, പ്രത്യേക ആത്മീക ധൈര്യം അവരുടെ മേൽ പകർന്ന് വചനത്തിൽ ഉറപ്പും ധൈര്യവും കൊടുത്ത് കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം എല്ലാ വിഷയത്തിലും അനുകൂലമായി കാണട്ടെ. ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ പ്രസിദ്ധമാക്കുവാൻ കർത്താവ് എല്ലാ നിലയിലും നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ മറ്റേ അവയവം അതുപോലെ പ്രയാസപ്പെടുന്നത് പോലെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി, ആ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിടുതലും അനുഗ്രഹവും സൗഖ്യവും സമാധാനവും ഒക്കെ വ്യാപരിക്കുന്നത് കാണുവാൻ, അവരൊക്കെ ദൈവനാമത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പല രോഗങ്ങളിലും പ്രയാസങ്ങളിലും ഭാരപ്പെടുന്നവരുണ്ട്, പലവിധമായ ദുഃഖങ്ങളിൽ ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം വിടുവിക്കട്ടെ, സഹായിക്കട്ടെ, കർത്താവിൻ്റെ കരം കണ്ട് സന്തോഷിപ്പാനിടയാക്കട്ടെ. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർക്കായിട്ട്, ഒരു സംവത്സരം കൂടെ പിന്നിട്ടവർക്കായിട്ട്, കുടുംബജീവിതത്തിൽ ഒരു സംവത്സരം കൂടെ കടക്കുവാൻ കഴിഞ്ഞവർക്കായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസത്തിൽ വലിയ വിജയം വരിച്ചവരുണ്ട്, ജോലിയിലേക്ക് പ്രവേശിച്ചവരുണ്ട്, പലവിധമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനും ഹല്ലേലൂയ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് സകലതും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പല ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട്. അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. എങ്കിലും നമ്മുടെ ഉൾപ്പൂകളെ, നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം തലകളെ വണക്കിയിരിക്കുന്നത്. നമ്മുടെ പ്രയാസം, നമ്മുടെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും ഈ പ്രാർത്ഥനയിൽ അതിൻ്റെ വിടുതൽ ദൈവം അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തൃക്കരം വയ്ക്കുകയും അതിന്മേലൊരു വലിയ വിടുതലും സമാധാനവും കർത്താവ് അയക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങൾക്കായിട്ടും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരം അതിൻ്റെ മേൽ വെച്ച് കർത്താവ് അവിടുന്ന് മറുപടി അയക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയും ബലവും തേജസ്സും ഒക്കെ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായിട്ട് കർത്താവേ സ്തോത്രം. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ചവരായി, കൃപയുടെ മേൽ കൃപ പ്രാപിച്ചവരായി, ജീവൻ്റെ മേൽ ജീവനും പ്രാപിച്ചവരായി, അനുദിനം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, വചന ശുശ്രൂഷയിലൂടെ അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഇടയാക്കും. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേരുപേരായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ സഭായോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ട് പോവുകയാണ്. ജോൺ 3:16 നിന്ന് ഇന്ന് പകലിൽ നാം അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്.
യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം. ഇംഗ്ലീഷിൽ ഞാനതൊന്ന് വായിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്: For God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish but have everlasting life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അനുഗ്രഹീതമായ ഈ വേദ ഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും അനേകർക്ക് ബൈ ഹാർട്ടായിട്ട് മനഃപ്പാഠമായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണിത്. ദൈവവചനം പഠിക്കുകയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും സൺഡേ സ്കൂളിലൊക്കെ പോവുകയും വചനം കാണാപ്പാഠം പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഈ വചനം അനേകായിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കുന്ന ഒരു ദൈവിക അരുളപ്പാട് ദൈവവചനമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ച ജോൺ 3:16. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ പലയിടങ്ങളിൽ ഭിത്തികളിൽ ചുവരുകളിൽ ഒക്കെ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് ഈ വാക്യത്തെയാണ്, ഈ വചനത്തെയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഈ വചനം പല സ്ഥലങ്ങളിലും പ്രിന്റ് ചെയ്തിരിക്കുന്നതായിട്ടും എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടും എൻഗ്രേവ് ചെയ്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ നമ്മുടെ ഗോസ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഏറ്റവും ആദ്യം പറയാൻ താല്പര്യപ്പെടുന്ന വാക്യം, ഏറ്റവും സന്തോഷത്തോടെ പ്രാസംഗികരും ഇവാഞ്ചലിസ്റ്റുകളും ഒക്കെ എഴുന്നേറ്റ് നിന്ന് എൻ്റെ സുവിശേഷം ഇതാണ് എന്ന് പറയുവാൻ അഭിമാനിക്കുന്ന വാക്യം. അതിമനോഹരമായ ഒരു വേദശകലമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. റെവറൻ ബില്ലി ഗ്രഹാം ഇതിനെക്കുറിച്ച് പറയുന്നത് ദ ഗോസ്പൽ ഇൻ ഇറ്റ്സ് സക്സൻഡ് ഫോം, അതായത് തിരുവചനം സുവിശേഷം അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞാൽ എന്താണോ അതാണ് ജോൺ 3:16 എന്നാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ ഭാഗങ്ങളിലെ സുവിശേഷം, അതിൽ നിന്നെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സംക്ഷിപ്തമായ സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ അനുഗ്രഹീതമായ വാക്യത്തിനായിട്ട് വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിൽ നിന്ന് അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനും ആ വാക്യത്തിൻ്റെ അർത്ഥശകലം ഒന്നിച്ച് ചേർന്ന് ചിന്തിക്കുവാനും കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിൻ്റെ, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സകല മഹത്വവും ഞാൻ ഉൾക്കൊള്ളുമ്പോൾ തന്നെ, അതിൻ്റെ എല്ലാ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കുമ്പോൾ തന്നെ ഈ വാക്യം അല്ല ഈ കാലഘട്ടത്തിലെ നമ്മുടെ രക്ഷാ സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനും കഴിയും? ഒട്ടുമുക്കാലും പേർക്ക് അത് അംഗീകരിക്കുവാനേ കഴിയത്തില്ല. ജോൺ 3:16 കുറിച്ചാണോ ഇങ്ങനെ പറയുന്നതെന്ന് തന്നെ നമുക്ക് തോന്നാം. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചിലരൊക്കെ ഇവിടെ വെച്ച് തന്നെ ഈ പ്രസംഗം ചെയ്യുമ്പോൾ തന്നെ പലരും വിട്ടേച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്, അൺസബ്സ്ക്രൈബ് ചെയ്ത് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന അതിമനോഹരമായ ഒരു വാക്യമാണ് ഈ യോഹന്നാൻ 3:16. അത് ഇന്ന് നമ്മുടെ രക്ഷയുടെ സുവിശേഷം അല്ല എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ചെറുപ്രായം മുതലേ ആയിരങ്ങൾ വർഷങ്ങളായിട്ട് നാം പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് യോഹന്നാൻ 3:16 നമ്മുടെ സുവിശേഷം, അതിലാണ് നമ്മുടെ രക്ഷ എന്നുള്ള അടിപ്പട സത്യമായിട്ടാണ്. എന്നാൽ വളരെ സ്നേഹത്തോടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ, ഈ കൃപയുടെ കാലഘട്ടത്തിൽ ഇന്ന് നാം രക്ഷിക്കപ്പെടുന്ന സുവിശേഷം ജോൺ 3:16 അല്ല, മറിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സുവിശേഷത്തിലെ ആഴമായ അടിപതറാത്ത വിശ്വാസവും അതിലെ ആത്മാർത്ഥമായ ദൈവസ്നേഹവുമാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മെ രക്ഷിക്കുന്നത്. കാരണം ഇത് കൃപായുഗമാണ്. ഇവിടെ കർത്താവിൻ്റെ ക്രൂസിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ ആഴമേറിയ വിശ്വാസവും സമർപ്പണവുമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ പലരും അതിനെ ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ളവരുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. കാര്യം നമ്മളിൽ ഭൂരിപക്ഷവും ട്രഡീഷണലായിട്ട് ആ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഗദസമനയിൽ വെച്ച് സന്നിധിരീൻ സംഘം പിടിക്കുകയും അങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, നീ
ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. അവിടെ കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നില്ല. കർത്താവ് തല കുനിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ആ മഹാപുരോഹിതൻ വീണ്ടും വീണ്ടും ആക്രോശിച്ച് ചോദിക്കുകയാണ്, ഞാൻ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അതെ, ഞാൻ തന്നെ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു, ഞാൻ മേഘത്തേരുകളിൽ വരുന്നത് നിങ്ങൾ കാണും എന്ന് പറയുന്നൊരു ഭാഗം. ഇത് പറയുകയും മഹാപുരോഹിതൻ തൻ്റെ അങ്കി വലിച്ചു കീറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തിനാ അങ്കി വലിച്ചു കീറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഹൂദൻ്റെ ഒരു കസ്റ്റമാണ്. ദൈവദൂഷണം കേട്ട് കഴിയുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് അവരുടെ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ലൂസ്ത്രയിൽ വെച്ച് പൗലൂസിനെയും ബർന്നബാസിനെയും ഒരു മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കി കഴിയുമ്പോൾ ലൂസ്ത്രയിലുള്ള ജനങ്ങൾ ഇവരെ ഇന്ദ്രനും ബുധനും, അതായത് വീനസും മെർക്കുറിയും, അതായത് അവരുടെ ദേവീ ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് പൂജ ചെയ്യുവാനും അവരെ ആരാധിക്കുവാനുമായിട്ട് ജനം ഓടി വരുമ്പോൾ പൗലോസും ബർന്നബാസും അവരുടെ ഇടയിലേക്ക് ഓടി ചെന്നിട്ട് അവരുടെ വസ്ത്രം വലിച്ചു കീറുന്നത് കാണാം. കാര്യം ദൈവദൂഷണമാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാ, ഞങ്ങളെ ആരാധിക്കല്ല, ഞങ്ങൾക്ക് യാഗം കഴിക്കല്ല, അവരെ തടയുന്നതും വിലക്കുന്നതും കാണാം. കാര്യം അത് അവരുടെ ഒരു കസ്റ്റമാണ്. അങ്കി വലിച്ചു കീറുക, അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് വലിച്ചു കീറുക എന്ന് പറയുന്നത് ദൈവദൂഷണം കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ മഹാപുരോഹിതൻ തൻ്റെ അങ്കി വലിച്ചു കീറുന്നത് കർത്താവായ യേശു ക്രിസ്തു, ഞാൻ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? കർത്താവ് അവൻ്റെ വായിൽ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നല്ലോ. അതുകൊണ്ട് മഹാപുരോഹിതൻ കോപിഷ്ഠനായിട്ട് അസ്വസ്ഥനായിട്ട് തൻ്റെ അങ്കി വലിച്ചു കീറുന്നത് നമുക്ക് കാണാം. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ജോൺ 3:16 അല്ല ഇത് നമ്മുടെ രക്ഷയുടെ സന്ദേശം എന്ന് പറയുമ്പോൾ ട്രഡീഷണലി ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾ അനേക പേർക്ക് അങ്കി വലിച്ചു കീറുന്ന രീതിയിൽ ഉള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എന്നെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി അല്പസമയം ശ്രദ്ധിക്കുവാൻ, നിങ്ങളുടെ രക്ഷാകരമായ ദൈവവചനം, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതി എന്താണെന്ന്, ഈ തിരുവചനത്തിൽ കൂടെ ദൈവം നമ്മളെ അറിയിച്ചിരിക്കുന്ന ആ കാൽവറി ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് അല്പസമയം നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. നിങ്ങൾ എന്നോടുകൂടി ക്ഷമയോടെ കേട്ടിരിക്കുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ക്രിസ്ത്യാനിയുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമുക്കറിയാതെ പോയിരിക്കുന്നത് പോലെ ദൈവസഭ എന്താണ്, കാൽവറിയിൽ കൂടെ നിവർത്തിച്ച രക്ഷയുടെ പ്രവൃത്തിയുടെ മഹത്വം എന്താണ്, എന്തിനാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നത്, ക്രിസ്ത്യാനി എന്താണ്, ആരാണ്, എങ്ങോട്ട് പോകാനുള്ളവരാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ട്രഡീഷണലി ഒരു ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്ന ആ മഹത്വകരമായ പദ്ധതിയെ മനസ്സിലാക്കാതെ പോയിരിക്കുന്നത് പോലെ തന്നെ നാം മനസ്സിലാകാതെ പോയിരിക്കുന്ന ഒരു വാക്യമാണ് ജോൺ 3:16. അല്പസമയം കൊണ്ട് ഞാനതൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന ലെവലിൽ അതിനെ ഒന്ന് ഓപ്പൺ ആക്കി തരുവാനായിട്ട് ഞാൻ കർത്താവിൽ ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്ത്യാനിയുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയതുപോലെ, അതായത് ക്രിസ്ത്യാനിറ്റി എന്താണ്, ജുഡായിസം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ പോയി. ഇന്ന് നമ്മളൊരു മിനി ജുഡായിസ്റ്റുകളായിട്ട് മാറിയിരിക്കുക. ഒരു യഹൂദിയ വിശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്ത്യാനി എന്ന ലേബൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഫോളോ ചെയ്യുന്നത് മുഴുവൻ യഹൂദൻ്റെ വിശ്വാസമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും അവരുടെ വാഗ്ദത്തങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങളും കൽപ്പനകളും ഈ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹൂദിയ വിശ്വാസം എന്താണ്, ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം ഏതെല്ലാം നിലയിൽ നാം തെറ്റിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 3:16 നാം ഈ വചനത്തെ മനസ്സിലാക്കേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കാതെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയം ആ വചനത്തിൽ നിന്ന് നിങ്ങളോടൊന്ന് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ നിക്കോദിമോസിനോട് സംസാരിക്കുന്ന ആ കോണ്ടെക്സ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ കർത്താവ് പരീശ പ്രമാണിയായിരിക്കുന്ന പരീശന്മാർ, അവർ ഭയങ്കര എന്താ പറയുന്നത്, ദൈവവിശ്വാസികളും ഭയങ്കര ഹാർഡ് കോർ ദൈവവിശ്വാസികളാണ്, പരീശന്മാരാണ്. അതിലെ പ്രമാണിയാണ് ഈ നിക്കോദിമോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോട് സുവിശേഷത്തിൻ്റെ ചില ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യായമാണ് ഈ തുടങ്ങുന്ന ഭാഗങ്ങൾ. അദ്ദേഹം കർത്താവിനെ കാണാൻ വരുന്നതും കർത്താവും അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞു തുടങ്ങി വരുന്നത്.
ഇവിടെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് സംസാരിക്കുന്നതും ഇടപെടുന്നതും എന്തിനാണ് കർത്താവ് വന്നത് എന്നൊക്കെയുള്ള അടിപ്പട ഈ ബേസിക് സത്യങ്ങൾ നമ്മളൊന്ന് ഉൾക്കൊള്ളണം, മനസ്സിലാകണം. കർത്താവ് തന്നെ പറയുകയാണ്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. കർത്താവ് വന്നത് യഹൂദൻ്റെ ഇടയിലേക്കും ആ 12 ഗോത്രങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിലേക്കാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത്. അവരുടെ വാഗ്ദത്ത മശിഹായിട്ട് അവർക്ക് ദൈവം പറഞ്ഞിരുന്ന സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന സ്വപുത്രൻ മശിഹായെ ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. കർത്താവ് തന്നെ പറയുന്നു, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആരായി സ്വന്തമായവര്? ഈ ദൈവജനമായ ഇസ്രായേൽ, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ആദ്യജാതന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാരാ. യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായ ജനമാ. അവരുടെ ഇടയിലേക്കാണ് കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് വന്നത് ആഫ്രിക്കയിലോ ചൈനയിലോ സ്വിറ്റ്സർലാൻഡിലോ ഒന്നും അല്ല, യഹൂദിയയിലാണ്, ഇസ്രായേലിലാണ്. അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ലോകത്തിൽ വന്നിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടില്ലേ, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. ഹല്ലേലൂയ. പിതാക്കന്മാർക്ക്, ഏത് പിതാക്കന്മാർക്ക്? അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും മോശയ്ക്കും ദാവീദിനും ഒക്കെ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക്, അതാണ് യഹൂദന്മാർ, ഇസ്രായേൽ യഹൂദന്മാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. കർത്താവ് അങ്ങനെ ലോകത്തിലേക്ക് വന്നിരിക്കുക. ഏദനിൽ ദൈവം കൊടുത്തൊരു വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം നടക്കുക. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കർത്താവ് വന്നിരിക്കുക. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവ് ഈ സുവിശേഷം അറിയിക്കാൻ അവരെ ലോകത്തിൽ അയക്കുന്നുണ്ട്. യഹൂദിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ സുവിശേഷം, പരിസര പ്രദേശങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കാൻ അയക്കുന്നുണ്ട്. അന്നേരം കൂടെ കർത്താവ് പറഞ്ഞ ജാതികളുടെ അടുക്കൽ പോകാതെയും, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അരിക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ. വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവം ഇവിടെ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലേക്കാണ്, കാണാതെ പോയ ആടുകളുടെ അരികിലേക്കാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു, നിങ്ങളത് ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ വന്നിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് അവരോട് സംസാരിക്കുന്ന ഒരു സുവിശേഷമാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു ക്രിസ്തു എന്ന് അവർക്ക് മനസ്സിലാകുന്ന, അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണിത്. കർത്താവ് വന്നിരിക്കുന്നത് യഹൂദൻ്റെ വാഗ്ദത്ത മശിഹായിട്ടും അവരെ യഥാസ്ഥാനപ്പെടുത്തി കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന ആ വാഗ്ദത്ത പദ്ധതിയിലേക്ക് അവർ കടക്കുവാൻ വേണ്ടി അവരെ ഒരുക്കിയെടുത്ത് അവരുടെ കൈക്കലായിരിക്കുന്ന, അവരുടെ കാലഘട്ടത്തിൽ തന്നെ അതിലേക്ക് അവർ കടക്കാൻ പോകുന്ന ഒരു വളരെ വളരെ പ്രകടമായ, സ്പഷ്ടമായ, ക്ലിയറായ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുക. അവർക്ക് വാഗ്ദത്തങ്ങളെ കൊടുത്ത് അവരെ അതിനുവേണ്ടി ഒരുക്കി ആ സ്വർഗരാജ്യം എന്ന് പറയുന്ന കാലഘട്ടം ആരംഭിച്ച് അവർ അതിലേക്ക് കടക്കാൻ പോകുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പിതാവായ ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് വേറെ ആരും വന്നിരിക്കുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം തന്നെ നമ്മൾ ആ വായിച്ചത് 3:16, അത് 3:13 നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 3:13 പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന, അതായത് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു സ്വർഗത്തിൽ നിന്നും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിലെ പുത്രൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടിരിക്കുന്നവൻ, ഇറങ്ങി വന്നിരിക്കുന്നവൻ, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നിരിക്കുന്നവൻ, നിങ്ങളോടുള്ള സ്വർഗരാജ്യം എന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കായിട്ട് വന്നിരിക്കുന്നവൻ, നിങ്ങൾ ഇസ്രായേൽ ആസ് എ ഹോൾ ഒരു രാഷ്ട്രമായിട്ട് കർത്താവിലേക്ക് നോക്കുകയും മടങ്ങി വരികയും കർത്താവിൻ്റെങ്കിലേക്ക് വന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും അവർ യഥാസ്ഥാനപ്പെടണം, അവർ മടങ്ങി വരണം. അവരെല്ലാവരും എന്താ പറയുന്നത്, കാക്കയെറിഞ്ഞ കല്ലുപോലെ ഓരോരോ വിശ്വാസത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നവരാണ്. യെരമ്യാ പ്രവാചകൻ അവരെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. ആകാശത്തിലെ പെരുഞ്ഞാറ്
തൻ്റെ കാലം അറിയുന്നു. കൊക്കും കുറുപ്രാവും മീവൽ പക്ഷിയും ഇതെല്ലാം വളരെ നിസ്സാര പക്ഷികളാണ്. ഇതെല്ലാം ദേശാടന കിളികളാണ്. അതിൻ്റെ കാലം മാറുന്നു, അതിൻ്റെ സമയം മാറുന്നു, കാലാവസ്ഥ മാറുന്നു എന്ന് കാണുമ്പോഴത്തേന് ആ സ്ഥലം വിട്ട് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ അതിനറിയാം. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. കൊക്ക്, കുറുപ്രാവ്, മീവൽ പക്ഷി ഇതെല്ലാം അതിൻ്റെ സമയം അറിയുന്നു. എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും അവർക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കാള, കഴുത ഇതിനൊക്കെ അതിൻ്റെ പുൽത്തൊട്ടിയും അതിൻ്റെ യജമാനന്മാരെയും അറിയാം. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ലോ അമ്മി എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് അവർ മാറിപ്പോയിരിക്കുക. ജനമല്ലാത്തവർ എന്നൊരു നിലയിലേക്ക് അവർ മാറിപ്പോയിരിക്കുക. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയിരിക്കുക. നിരസിച്ച് അവർ പുറകോട്ട് മാറിപ്പോയിരിക്കുക. ഇവരെ യഥാസ്ഥാനപ്പെടുത്തണം. ആ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വീണ്ടും ജനനം, പുതുജനനം. കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത്, നീ പുതുതായി ജനിക്കണം, ഒന്നുകൂടെ ജനിക്കണം. ഈ ജനനം എന്താണെന്നേ നിക്കോദിമോസിന് അറിയത്തില്ല. ഞാൻ അമ്മയുടെ വയറ്റിൽ കയറിയിട്ട് വീണ്ടും ജനിക്കണമെന്ന് ചോദിക്കുക. ആത്മീക നേതാവാ, പരീശന്മാരുടെ നേതാവാ നിക്കോദിമോസ്. ആ നിക്കോദിമോസിനോട് കർത്താവ് ചോദിക്കുക, സ്വർഗീയ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് ഭൂമിയിലെ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അടുത്ത ലെവൽ ഞാൻ എങ്ങനെ നിന്നോട് പറയും? ഹല്ലേലൂയ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ലെന്ന് പറയുക. ആ ഒരു വീണ്ടും ജനനം, കാര്യം അവർ ഓൾറെഡി ജനിച്ചവരാ. ഓൾറെഡി ജനിച്ചത് ജഡത്തിൽ ജനിച്ച കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം ആത്മാവിൽ ജനിക്കപ്പെട്ടവരാ ഇവർ. ഇസ്രായേലിൻ്റെ ആദ്യജാതൻ, എൻ്റെ ജനം, എൻ്റെ മകൻ, എൻ്റെ മക്കൾ എന്ന് ദൈവം പറയുന്നതാണ്. ദൈവജനം അവർ. പക്ഷെങ്കിൽ അവർ വീണുപോയി. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കണം. റീസ്റ്റോർ ദംസെൽഫ്, അവർ മടങ്ങി വരണം. അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. അതിനുവേണ്ടി ഇസ്രായേൽ ആസ് എ ഹോൾ കർത്താവിലേക്ക് നോക്കണം. അവർ മോശെ താമ്ര സർപ്പത്തെ ഉയർത്തിയപ്പോൾ അവരെല്ലാവരും അവരുടെ സൗഖ്യത്തിനായിട്ട് വന്ന് നോക്കിയതുപോലെ ഇസ്രായേൽ ആസ് എ ഹോൾ കർത്താവിലേക്ക് വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുക. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. ഇവിടെ കർത്താവ് പറയുമ്പോൾ ഇവിടെ മരണമോ, ഇവിടെ ക്രൂശോ, ഇവിടെ രക്തമോ ഒന്നും അല്ല ഈ പറയുന്നത്. സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ യേശു തന്നെ ക്രിസ്തു എന്നവർ മനസ്സിലാക്കണം. അതാണ് അവരുടെ സുവിശേഷം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മരണമോ, കർത്താവിൻ്റെ ക്രൂശിലൂടെ ഒഴുകിയ രക്തമോ, അടക്കമോ, പുനരുദ്ധാനമോ ഒന്നുമല്ല വിഷയം. ഈ ഒരു ഹോൾ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി രക്തം നിങ്ങൾക്ക് ഇവിടെ കാണത്തില്ല, ഒരു മരണവും കാണത്തില്ല. ഇവിടുത്തെ വിഷയമേ വീണ്ടും ജനനമാണ്. അതിൻ്റെ പർപ്പസ് വേറെയാണ്. ഇന്ന് ക്രിസ്ത്യാനിക്ക് വീണ്ടും ജനനം എന്താണെന്ന് അറിയാതെ നാം വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. നാം ജാതികളാണ്, നാം ബാൽ വിഗ്രഹങ്ങളെ, നാം അശേര പ്രതിഷ്ഠയെ, അർത്തമീസ് ദേവിയെ, അങ്ങനെയുള്ള ദേവി ദേവന്മാരെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ വെറുക്കപ്പെട്ട അറയ്ക്കപ്പെട്ട ജനമാണ്. യേശു ക്രിസ്തു പറയുക, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. കാര്യം ശമര്യരുടെ പട്ടണങ്ങൾ മുഴുവനും ജാതികളെ കൊണ്ട് നിറച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ പോകരുതെന്ന് പറയുന്നത്. നാം അറയ്ക്കപ്പെട്ടവരാണ്. നമുക്ക് നേരെ മാനസാന്തരപ്പെട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നാം ആയിരിക്കുന്നത്. നമുക്കൊരു സമൂലമായ രക്ഷ ആവശ്യം. അതിനാ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ട ആ പരമയാഗമായി തീർന്നത്. ആ തങ്കരക്തം ആ ക്രൂശിലൂടെ ഒഴുകിയത് അതിനു വേണ്ടിയിട്ടാണ്. അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന കൂട്ടരാണ് നാം യഹൂദന്മാരല്ല, നാം ജുഡായിസ്റ്റുകളല്ല. അവരുടെ വിളി വേറെ, തെരഞ്ഞെടുപ്പ് വേറെ. ഇസ്രായേൽ പൗരതയോട് അക്കാലത്ത് യാതൊരു സംബന്ധവും ഇല്ലാതിരുന്നവരാണ് നമ്മൾ. അവരുടെ എന്തെങ്കിലും കനിവിനാലോ അനുഗ്രഹത്താലോ കിട്ടിയ ഒരു രക്ഷയല്ല നമ്മുടേത്. അൺലൈക്ക് ക്രിസ്ത്യൻസ് ബിലീവ്സ് ടുഡേ, അതല്ല നമ്മുടെ രക്ഷ. ഇത് രണ്ടും ഡേ ആൻഡ് നൈറ്റ് മാതിരി രണ്ട് പ്രോഗ്രാമാണ്. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്ന സ്വർഗീയ പദ്ധതിയാണ്. സ്വർഗത്തെ വീണ്ടെടുത്ത് നാം സ്വർഗത്തിൽ വസിക്കുന്നു. അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സപ്പോസിഡ്ലി ക്രിസ്ത്യാനിറ്റി. നമുക്കെന്തോ യഹൂദൻ്റെ കരുണയാൽ അവരിൽ എന്തോ നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നാം ഒരു യഹൂദൻ്റെ ഒരു ചേർപ്പായിട്ട്, ഒരു കൂട്ടായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുക. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കാനിരിക്കുക. നമ്മൾ ജനിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെയുണ്ട്. എൻ്റെ ആ ഒരു ആത്മഭാരം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതെങ്ങനെ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതിൽ
എന്നാൽ എനിക്കറിയാം, എനിക്ക് വളരെ പരിമിതമാണ് കഴിവുകൾ. പക്ഷെ എന്നുണ്ടെങ്കിൽ എന്നാൽ അറിയുന്ന രീതിയിൽ ഞാനതൊന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് എത്തിക്കാനായിട്ട്, ഒരു പകൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അതാ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നൊക്കെവണ്ണം ഒരു സത്യത്തെ നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുക. എന്നാൽ അതിൻ്റെ ആ സൂര്യൻ്റെ മുന്നിൽ ഭയങ്കര ഒരു കർട്ടൻ ഇട്ട് മറച്ചിരിക്കുക. ആ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ കർട്ടനാണ് ക്രിസ്ത്യാനിയുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് 3:16, ജോൺ 3:16 ആണ് നമ്മുടെ സുവിശേഷമെന്ന് നമ്മൾ അസന്നിഗ്ധമായി വിശ്വസിച്ചിരിക്കുന്നത്. ഞാനതിലേക്ക് വരിക. ഞാൻ ജോൺ 3:16 ഒട്ടും കുറച്ച് പറയുകയല്ല. അത് ഈ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ, ഈ ഒരു ടൈം പീരീഡിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഒരു ബ്ലെസ്സഡ് ടൈം പീരീഡായത്, കർത്താവിന് കനിവ് തോന്നി നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു ഗ്രേസ് പീരീഡായത്. ഇവിടുത്തെ കർത്താവ് കാൽവറിയിൽ തകർന്ന രക്ഷണീയ പ്രവൃത്തിയിലെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്നെ ക്രിസ്തു എന്നുള്ള വിശ്വാസമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്നു, ലോകത്തിൽ വന്നു എന്നുള്ളതിലല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. കർത്താവ് ഇവിടെ വന്നു, ഇവിടെ ജീവിച്ചു, ഇവിടുന്ന് പോയി, ഇവിടുന്ന് മരിച്ചു, ഇവിടുന്ന് ഉയർത്തെഴുന്നു, ഇതിലൊന്നുമല്ല നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായി, മറുവില യാഗം, പരമയാഗം, ഏകയാഗത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഈ ബ്ലഡ് കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മുടെ പാപം കഴുകിക്കളഞ്ഞിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുക. അതതിൻ്റെ പവർ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ യു ആർ സേവ്ഡ് ഫോർ എവർ. കർത്താവ് നമ്മളെ ചേർപ്പാൻ വരുന്നത് വരെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. ഒരു അതുല്യമായ ദൈവിക സുവിശേഷമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതും നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതും. ഹല്ലേലൂയ. ഞാനതിൻ്റെ ചില വശങ്ങൾ കൂടി നിങ്ങളോടൊന്ന് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ 3:16 പറയുന്നത് കർത്താവ് കാൽവറിയിൽ ക്രൂശിക്കപ്പെടുന്ന കാര്യമേ അല്ല. കർത്താവ് ലോകത്തിൽ വന്നതും ഇത് വാഗ്ദത്ത മശീഹയായിട്ട് സ്വർഗത്തിൽ നിയമിച്ചിരുന്ന ഒരു ദൈവിക പദ്ധതിയുടെ നിറവേറലാണ്. ഇതാണ് ഫിലിപ്പിൻ്റെ കൈസരിയിൽ ഇരുന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ജനം എന്നെ ആരെന്ന് പറയുന്നു? 12 ശിഷ്യന്മാരോട് ചേർന്ന് കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരിയിലായിരിക്കുമ്പോൾ അവരോട് ചോദിക്കുക, ജനം എന്നെ ആരെന്ന് പറയുന്നു? എല്ലാവരും പറയുന്നത് നീ യോഹന്നാൻ സ്നാപകൻ ആണെന്ന് പറയുന്നവരുണ്ട്. മറ്റ് പ്രവാചകന്മാരിൽ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. പലരും പല രീതിയിൽ നിന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. അതാ അവരുടെ സുവിശേഷം. യേശു ക്രിസ്തു ആണ് എന്നുള്ള വിശ്വാസം അത് അവരറിയണം. അതിലാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. ഇവർ പിന്നീട് പ്രസംഗിക്കുന്നതും യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിച്ച് യഹൂദന്മാരുടെ വായ അടച്ചു കളഞ്ഞു. കർത്താവിൻ്റെ ആ മശിഹ ലോകത്തിൽ വന്നിരിക്കുന്നു, അത് യേശു ആണെന്ന് അവർ വിശ്വസിക്കണം. അതാണ് അവരുടെ വിശ്വാസം. അത് കർത്താവിൻ്റെ ക്രൂശിന് മുൻപും അതേ വിശ്വാസമാണ്, ക്രൂശിൻ്റെ പിൻപും അതേ വിശ്വാസമാണ്. ക്രൂശിന് അവർക്കൊരു സിഗ്നിഫിക്കൻസ് അവരുടെ വിശ്വാസത്തിലില്ല. മോശയുടെ കാലം മുതലേ, അല്ലെന്നുണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ കാലം മുതലേ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തം വിഷയമാണ്. അവരതിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ബർ യോന ശീമോനെ, യോഹന്നാൻ്റെ മകനായ ശീമോൻ പത്രോസിനോട് പറയുക, ബർ യോന ശീമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവത്രേ. നിന്റെ ഇൻ്റലക്ച്വൽ നോളജ് കൊണ്ട് മനസ്സിലാക്കിയെടുത്തതല്ല നീ ഞാനാകുന്നു ക്രിസ്തു എന്നുള്ളത്. ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക എന്ന് പറയുക. ഇതാ ഇവരുടെ സുവിശേഷം. ആ ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്നും ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അവരിൽ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് ഇവർ നോക്കുക, അവനിലേക്ക് അടുത്ത് വരിക. അതിൽ കൂടെ അവരൊരു ഹോൾ രാഷ്ട്രമായിട്ട് അവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു വലിയ സ്വർഗീയ അനുഭവം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അവരവനെ തിരിച്ചറിഞ്ഞില്ല. അവനോ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. അതാ ഇവിടുത്തെ വിഷയം. ഇവിടെ ജോൺ 3:16 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വണ്ടർഫുൾ വേഴ്സ് ഇഫ് യു ആർ എ ഇസ്രായേലൈറ്റ് ലുക്കിംഗ് ഫോർ മസിഹ ആൻഡ് ദ കിങ്ഡം പ്രോമിസ്. കർത്താവിൻ്റെ ആ ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടും മസിഹ അവരെ ചേർപ്പാനായിട്ട് വരുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നോക്കി പാർത്തിരിക്കുന്ന ഒരു യഹൂദനാണ് താങ്കളെങ്കിൽ ഈ വാക്യം താങ്കൾക്ക് ഇന്നും
അനുഗ്രഹമാണ്, എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് ഈ വാക്യത്തിലല്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണിത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇന്ന് നമ്മുടെ രക്ഷയുടെ സുവിശേഷം ഇതല്ല. നാം ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയ ജാതികളാണ് എന്ന് ഞാൻ ഒരിക്കൽ ഇതിനിടയിൽ പല ആവർത്തി ഞാൻ ഓർപ്പിച്ചു. നമ്മുടെ രക്ഷ കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണി പ്രവൃത്തിയിലെ വിശ്വാസത്താലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. അതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 1:18 പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ രക്ഷാ കേന്ദ്രമെന്ന് പറയുന്നത്. പോൾ പറയുന്നത്, ഞാൻ കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി മാത്രം അറിയുന്നവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമല്ല എൻ്റെ വിഷയം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനം മുഴുവൻ പഠിച്ചിട്ടുള്ള ആളാണ്. ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനാ. ഞാൻ സഭയെ ശുഷ്കാന്തി നിമിത്തം ഉപദ്രവിച്ചവനാ. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രം അറിയുന്നവനായി. കാരണം എന്താണെന്നറിയാമോ? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിട്ട് തോന്നിയാലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവിക ശക്തിയാണ്. നമ്മുടെ മൺകൂടാരങ്ങളിൽ അത് ദൈവിക ശക്തിയായിട്ട് വ്യാപരിക്കുക. ഹല്ലേലൂയ. ആ ഒരു വചനമാണ് ഇന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവവചനം. ജോൺ 3 കർത്താവിൻ്റെ മരണമാകട്ടെ, രക്തമാകട്ടെ, കർത്താവിൻ്റെ ഉയർപ്പാകട്ടെ, അടക്കമാകട്ടെ, ഈ വിഷയങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണത്തില്ല. ഇവിടെ വിതൗട്ട് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വിതൗട്ട് ദ പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത്, വിതൗട്ട് ദ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ്, this gospel is incomplete for your salvation in this age of grace. ഈ കൃപയുടെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മരണമില്ലാതെ, കർത്താവിൻ്റെ പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത്, അതായത് പ്രായച്ചിത്ത മരണമില്ലാതെ, സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ്, മറുവില യാഗം ഇല്ലാതെ ഒരു വാക്യം നമ്മളോട് സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഇൻ ദിസ് ഏജ് ഓഫ് ഗ്രേസ്. ഈ കൃപാ കാലഘട്ടത്തിൽ അത് ഒരു പൂർണ്ണ സുവിശേഷമല്ല. മറിച്ച് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള സുവിശേഷമാണ് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് തുറന്നിരിക്കുന്ന കൃപാ കാലഘട്ടത്തിലെ സകല മാനവരാശിയുടെയും രക്ഷാ സുവിശേഷം എന്ന് പറയുന്നത്. ജോൺ 3:16 അല്ല നമ്മുടെ രക്ഷയ്ക്കുള്ള സുവിശേഷം. അത് അനുഗ്രഹമായ വാക്യമാണ്, മനോഹരമായ വാക്യമാണ്. യഹൂദൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ വാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്യം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ബട്ട് അതല്ല നമ്മുടെ പ്രോമിസ്. യഹൂദനല്ല ക്രിസ്ത്യാനി. അവന് ദൈവം വാഗ്ദത്തം കൊടുത്ത് തിരഞ്ഞെടുത്ത ഒരു ദൈവജനമാണ്. ഒരു വാഗ്ദത്തം കിട്ടിയവരല്ല നമ്മൾ, വഴിത്തലയ്ക്കൽ നിന്നിരുന്നവരാണ്. ഇസ്രായേൽ പൗരതയോട് അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മരണവും അടക്കവും പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് കർത്താവിൻ്റെ പുനരുദ്ധാനം. ഈ വിഷയങ്ങൾ എല്ലാം ഈ വാക്യത്തിൽ മിസ്സിങ് ആണ്. കർത്താവിൻ്റെ മരണം മിസ്സിങ് ആണ്, കർത്താവിൻ്റെ ബ്ലഡ് മിസ്സിങ് ആണ്, കർത്താവിൻ്റെ അടക്കം മിസ്സിങ് ആണ്, കർത്താവിൻ്റെ പുനരുദ്ധാനം മിസ്സിങ് ആണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതിൽ മരണമില്ല, ഇതിനകത്തിൽ ബ്ലഡില്ല, ഇതിൽ അടക്കമില്ല, ഇതിൽ പുനരുദ്ധാനമില്ല. മരണവും അടക്കവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായി പുനരുദ്ധാനം അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാനൊരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം, അതിൻ്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കൊരിന്ത്യയിലെ സഭയോട് പറയുക, അവിടെ ഉയർപ്പില്ല, മരിച്ചവർ ഉയർക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഡിസ്കഷൻ നടക്കുക. അവിടെ പൗലോസ് അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. പോൾ പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, ഞങ്ങൾ വെറുതെ വായിട്ടലയ്ക്കുക, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കർത്താവ് ഉയർത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം.
15 മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. പിതാവായ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചിട്ടില്ല എങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ പ്രസംഗിച്ചാൽ, ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ പിതാവായ ദൈവത്തിനെതിരെ ഞങ്ങൾ കള്ളസാക്ഷ്യം പറയുന്നവരെന്ന് വരും. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ? അടുത്ത വാക്യം 16 മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. 17 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ എൻ്റെ സീരിയസ്നെസ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് നമ്മുടെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ചിരിക്കുക, മരിച്ചടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിതാവായ ദൈവം എന്താ പറയുന്ന പ്രൊപ്പിച്ചിയേഷണൽ ഡെത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റിൽ കർത്താവ് മറുവില യാഗത്തിൽ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവം അതിൽ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ആ കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്. ഹല്ലേലൂയ. 3-ാം ദിവസത്തെ ആ ഉയർപ്പെന്ന് പറയുന്നത് ഇത് നമ്മുടെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഈ വാക്യത്തിൽ ഉയർപ്പ്, മരണവും അടക്കവും പോലെ തന്നെ ഉയർപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഹല്ലേലൂയ. ജോൺ 3-ലെ പ്രതിപാദ്യ വിഷയം വീണ്ടും ജനനമാണ്. യോഹന്നാൻ വീണ്ടും ജനനം ഊന്നി പറഞ്ഞിരിക്കുന്ന 2 അധ്യായങ്ങളാണ് ഇതിലുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ആ 2 അധ്യായത്തിലെ ഒരു അധ്യായമായി 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 അധ്യായങ്ങളിലാണ് കർത്താവ് ഈ വീണ്ടും ജനനം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, പുതുജനനം എന്ന വിഷയത്തെ യോഹന്നാൻ ഊന്നി പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു അധ്യായമായി 3-ാമത്തെ അധ്യായം. അതിൽ ഊന്നൽ കൊടുക്കുന്നത് മുഴുവനും വീണ്ടും ജനനത്തിനാണ്. ആ ഒരു വാക്യമാണ് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഒരു ജാതീയനായി എനിക്കും നിങ്ങൾക്കും വീണ്ടും ജനനം പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. തെറ്റിദ്ധരിക്കല്ല, ഞാൻ പറയുന്ന വാക്കുകളെ വളച്ചൊടിക്കല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ ജനിച്ചവനാണ് വീണ്ടും ജനിക്കാൻ പറ്റുന്നത്. യഹൂദൻ ആത്മീകമായിട്ട് ജനിച്ചവനാ, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാം. അതുപോലെ തന്നെ ഹോശയ്യ പ്രവചനം നിങ്ങൾ 11-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അവർ ദൈവത്തിൽ നിന്ന് വീണു പോയതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കാനായിട്ട് അവരോട് പറയുക. ഒരിക്കൽ പോലും ജനിച്ചിട്ടില്ലാത്ത ഞാനും നിങ്ങളും വീണ്ടും ജനനം പ്രാപിക്കത്തില്ല. നമുക്ക് വേണ്ടുന്ന ഒരു ജനനമാണ്, ഒരു സമൂലമായ രക്ഷയാണ്. അതാണ് കർത്താവ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി നിവർത്തിയാക്കി തന്നത്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതിലെ അപകടം അതാണ്. ഇവിടുത്തെ ഞാൻ എന്തിനാ ഈ വിഷയം ഇത്രയും കാര്യമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിൽ ഒരു വാക്യം തന്നെയല്ലേ, അതിനെ എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ജോൺ 3:16 ഭിത്തിയേനും ചുവരനും എല്ലാം എഴുതി 4 പ്രാവശ്യം ദിവസം അത് വായിച്ച് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല വാക്യം തന്നെ, തിരുവചനത്തിലെ വാക്യം തന്നെ. ബട്ട് അതല്ല നമ്മുടെ രക്ഷാ മാർഗം. നമ്മൾ അതിലങ്ങ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സുവിശേഷം എന്താ നമ്മൾ അറിയാതെ പോകും. ഹല്ലേലൂയ. ഇതിനെയാണ് ഞാൻ ഈ പറയുന്നത്, ജിലേബി കൊടുത്തിട്ട് ജിലേബി തീറ്റിച്ച് കൊല്ലുക എന്ന് പറയത്തില്ലേ, ഈ ജിലേബിയാണിത്. നല്ല വചനമാണ്, ജിലേബിയ മധുരമുള്ള വചനം തന്നെയാണ്. പക്ഷെ അത് തിന്ന് നമ്മളെ കൊന്നുകളയുക. ജിലേബി തീറ്റിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഇതാ. സത്യം പക്ഷെ മറഞ്ഞിരിക്കുക. നമ്മൾ രക്ഷപ്പെടേണ്ട കർത്താവിൻ്റെ വരവ് ഇന്നാകുകയാണെങ്കിൽ നമുക്ക് 1 കൊരിന്ത്യർ 15:3-4 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും മരിച്ചു എന്നുള്ള ആ വാക്യത്തിലുള്ള ആഴമായ സമർപ്പണവും അടിസ്ഥാനപരമായ വിശ്വാസവും ഇല്ലാതെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്നുള്ള വാക്യത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിലാണ് ചെന്ന് ചേരാൻ പോകുന്നത്. പിന്നീട് അതിനൊരു രക്ഷയില്ല, പിന്നീട് ഒരു റിവ്യൂ ഇല്ല, തീർന്നു. ഇതാണ് ഇതിൻ്റെ അപകടം. ഇതിന് ഞാൻ പറയുന്നത്, സാത്താൻ എപ്പോഴും നോക്കിക്കോണം, അവൻ ദൈവവചനത്തിൽ കൂടെ നമ്മളെ തെറ്റിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല. അവൻ രാമായണം പഠിപ്പിക്കാൻ വരത്തില്ല നമ്മളെ ദൈവവചനത്തിൽ കൂടെ അവൻ തെറ്റിക്കത്തുള്ളൂ. ഹവ്വായെ തെറ്റിക്കുന്നത് ദൈവം കൊടുത്ത കൽപ്പനയിൽ വളച്ചൊടിച്ചിട്ടാണ്. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ നോക്കുന്നത് തിരുവചനത്തിൽ കൂടിയാണ്.
നമ്മളോട് ഇന്ന് അവൻ പരീക്ഷിക്കുന്ന മുഴുവൻ തിരുവചനത്തിലെ ലഡു മാതിരിയുള്ള സംഗതികൾ നമുക്ക് തന്നിട്ടുണ്ട്. ബട്ട് അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നതല്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണിലൊരു പാട ഇങ്ങനെ മൂടിയിരിക്കുക. ബൈബിളല്ലേ, തിരുവചനമല്ലേ, അത് പോരായോ? കൈവിടപ്പെട്ട് പോയി കഴിയുമ്പോഴേ നമ്മളിത് മനസ്സിലാക്കത്തുള്ളൂ. അന്ന് അയ്യോ അപ്പോ പോയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ 3:16 കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഴപ്പമല്ല, അത് ദൈവവചനമാണ്. സീ പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. തിരുവചനമാണ്. അതിൽ ഒരു വള്ളിയോ പുള്ളിയോ കുഴപ്പമുള്ളതല്ല. ഇവിടെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഈ പ്രത്യേക കാലഘട്ടത്തിലേക്ക് തന്നിരിക്കുന്ന ദൈവിക ഉപദേശങ്ങളുണ്ട്. അതാണ് റോമ ലേഖനം മുതൽ ഫിലോമോൻ എഴുതിയ ലേഖനം വരെ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ രക്ഷാമാർഗം. അപ്പോൾ തന്നെ ഇതെല്ലാം ദൈവവചനവും ദൈവിക അരുളപ്പാടുകളുമാണ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷാമാർഗം പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്, അത് നമ്മൾ തെറ്റിപ്പോകല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ടൈഫോയിഡോ മലേറിയയോ മഞ്ഞപ്പിത്തമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ആൻറ്റിബയോട്ടിക് ലഭിച്ചു. നമുക്കൊരു ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു ആൻറ്റിബയോട്ടിക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടേബിളിൽ കൊണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലേറിയ മാറുമോ, നമ്മുടെ മഞ്ഞപ്പിത്തം മാറുമോ ഇത് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ? ഇല്ല. ഇതിനെ എടുത്ത് ആ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിനെ തുറന്ന് അത് വേണ്ടുന്ന അളവിൽ അതിനെ എടുത്ത് അത് വെള്ളത്തിലൊഴിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുടിച്ചു കഴിയുമ്പോഴത്തേന് അത് നമ്മുടെ രക്തത്തിലേക്ക് കലരുക. അത് നമ്മുടെ രക്തത്തിലേക്ക് കലർന്ന് നമ്മുടെ ആ രോഗാണുക്കളുമായിട്ട് അത് പ്രവർത്തിച്ച് ബേസിക്കലി നമുക്ക് സൗഖ്യം ലഭിക്കുക എന്ന് പറഞ്ഞതുപോലെ ജോൺ 3:16 അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. അത് നമ്മളിന്ന് പഠിച്ചതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്ന് എന്നേക്കുമായ ഒരു നിത്യരക്ഷ നമുക്ക് വേണ്ടി വരുത്തിയിരിക്കുക. അതിലെ വിശ്വാസത്തിലും സമർപ്പണത്തിലും സാഷ്ടാംഗം വീണ് അത് അംഗീകരിക്കുന്നതിലാണ്. അത് വിട്ടിട്ട് നമ്മൾ വേറെ കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് വീട്ടിലിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ രക്ഷിക്കപ്പെടത്തില്ല. ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നാം ചെയ്യാതെ നമുക്ക് രക്ഷ കിട്ടത്തില്ല. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ വിഷയം നിങ്ങളിൽ നിന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരട്ടെ, വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺ 3:16 പറയുന്നത് കർത്താവ് ആരാണെന്നാണ്, ഹൂ ക്രൈസ്റ്റ് ഈസ് എന്നുള്ളതാണ്. ക്രിസ്തു ആരാണെന്ന് പറയുക, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറയുക. എന്നാൽ നമ്മുടെ രക്ഷ എന്ന് യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നില്ല, ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നില്ല. വാട്ട് ഹി ഹാസ് ഡൺ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതാണ് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് റോമ ലേഖനം മുതൽ ഫിലോമോൻ എഴുതിയ ലേഖനം വരെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ക്രൂശിൽ എന്തിനു മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് നമ്മുടെ രക്ഷ. നമ്മൾ യഹൂദനല്ല, ക്രിസ്ത്യാനിയാണ്. വഴിത്തലയ്ക്കൽ നിന്നിരുന്ന ജാതികളാണ്. ഹല്ലേലൂയ. ജോൺ 3:16 നിങ്ങൾ കുടുങ്ങിപ്പോയിട്ട് നിങ്ങളുടെ രക്ഷ നഷ്ടമായി പോകല്ല. ഡെയിലി വായിച്ചോ, ഞാനും വായിക്കുന്ന വാക്യം ഒരു കുഴപ്പവുമില്ല. ബട്ട് അതല്ല നമ്മുടെ രക്ഷാകേന്ദ്രം. ഞാൻ എൻ്റെ സകല മഹത്വം ആ വചനത്തിന് അർപ്പിക്കുക. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. ആ വചനത്തിൽ ഒരു പ്രയാസവുമില്ല. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷാകേന്ദ്രം, നമ്മുടെ രക്ഷാവചനം. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് റോമൻസ് 3:25 പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2:13 പറയുന്നു, എഫേസ്യർ 2:13 പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. എങ്ങനെ? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഒരു കാരണവശാലും ഇതിനോട് അടുക്കാൻ കഴിയാതിരുന്ന നിങ്ങൾ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എങ്ങനെ സമീപസ്ഥരായ? ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ ഒട്ടിച്ചിരിക്കുക. ഹല്ലേലൂയ. 1:7 പറയുന്നു, അതിനാൽ നമുക്ക് അവൻ്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ പാപത്തിൻ്റെ മോചനം എന്ന വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ഉണ്ട്. ഇതാ നമ്മുടെ രക്ഷ. ഇത് പകൽ വെളിച്ചം പോലെ ക്ലിയറാണ്. ഇവിടെ വേറെ ഒരു സംഗതിയിലും നിങ്ങളുടെ പാപത്തിൻ്റെ മോചനമില്ല. പറഞ്ഞിരുന്ന യഹൂദനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് ഈ കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്തിട്ട് അതാണ് എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ സ്നേഹിത, കൈവിടപ്പെട്ടു പോകും. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം താങ്കൾക്കാണ്. തലമുറ എന്തു പറഞ്ഞു,
പാരമ്പര്യം പിതാക്കന്മാരും എന്തു പറഞ്ഞു അതൊന്നും വാലിഡ് അല്ല. ബൈബിൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ് വാലിഡ്. അത് ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വാക്യം കൂടെ മാത്രം വായിച്ച് ഞാൻ നിർത്തുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടെ എന്നെ കേട്ടാട്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ജോൺ 3:16 ഈ വാക്യവുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്ന് പറയുന്ന ആ വാക്യത്തിൽ കർത്താവിൻ്റെ മരണമില്ല, അടക്കമില്ല, രക്തമില്ല, പുനരുദ്ധാനമില്ല, ഈ കാര്യങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ ഈ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 5-ന്റെ 8 മുതൽ 10 വരെ വായിക്കണം. 8 ഞാൻ വായിച്ചത് ഇങ്ങനെ: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ, കർത്താവിൻ്റെ മരണം പറയുക, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർത്തിരിക്കുക. പിതാവിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുക. 9, അവൻ്റെ രക്തത്താൽ, കണ്ടോ, മരണം കഴിഞ്ഞ് അവൻ്റെ രക്തം വന്നിരിക്കുക. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം, അതിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നല്ല പ്രവർത്തികളെല്ലാം കൊണ്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 10-ാം വാക്യം: ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ, കണ്ടോ, അവൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇതാ നമ്മുടെ രക്ഷാവാക്യം. ജോൺ 3:16 അതിൻ്റെ മഹത്വത്തോടുകൂടി ഞാൻ കാണുമ്പോൾ തന്നെ, സകല ആദരവോടും കൂടി ആ വാക്യത്തിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം വീഴുമ്പോൾ തന്നെ, അതല്ല ഇന്നത്തെ നമ്മുടെ രക്ഷാകേന്ദ്രം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ സുവിശേഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടണമെന്നും ഒരുത്തർ പോലും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് ആർക്കും ഇടയാകല്ല. എല്ലാവരും കർത്താവിൻ്റെ ആ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ വാനമേഘങ്ങളിൽ ചേർക്കപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സത്യവചനം മനസ്സിലാക്കുവാനും യഥാർത്ഥ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും കർത്താവ് പ്രത്യേക കൃപകളും വരങ്ങളും നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സർവപാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവപാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, യേശുവോടി ലോകർ ചെയ്തതോർക്ക നീ എന്നുള്ളമേ, യേശുവോടി ലോകർ ചെയ്തതോർക്ക നീ എന്നുള്ളമേ, വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ, കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുത്തല,
ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, വഞ്ചക സാത്താനെ ബന്ധിച്ചന്ധകാരം നീക്കുവാൻ, വഞ്ചക സാത്താനെ ബന്ധിച്ചന്ധകാരം നീക്കുവാൻ, അഞ്ചു കായങ്ങൾ വഴിയായി പാഞ്ഞ തീരൂരക്തമേ, അഞ്ചു കായങ്ങൾ വഴിയായി പാഞ്ഞ തീരൂരക്തമേ, സർവപാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവപാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, ഊർത്തിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരൂരക്തമേ, ഊർത്തിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരൂരക്തമേ, ഊർത്തിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരൂരക്തമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കി സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒന്നിച്ച് അങ്ങേ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെയുള്ള കൃപ നീ അടിയങ്ങൾക്ക് തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അടിയങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അതോർത്ത് അടിയങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. കർത്താവേ, വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ നിന്റെ ദാസനെ നീ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കേൾപ്പിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ അടിയങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കർത്താവെ നീ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. പിന്നെയും കർത്താവെ നിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഹല്ലേലൂയ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.
കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കോട്ടയത്തെ കോടിമതയിലുള്ള ദ ഗേറ്റ് ചർച്ചിലായിരിക്കും നമ്മുടെ ആരാധന നടക്കുന്നത്. കഴിയുന്നത്രയും എല്ലാവരും കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബ്രദർ എൽദോ വർഗീസ് ശുശ്രൂഷിക്കുന്ന കോട്ടയത്തെ കോടിമതയിലെ ദ ഗേറ്റ് ചർച്ചിലാണ്. ഉച്ചയ്ക്ക് 2:30 മുതൽ 5 മണി വരെയാണ് ആരാധന നടക്കുന്നത്. ഇമാനുവേൽ, ഹെൻറി, ശ്രുതി ഒക്കെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ ഔസേപ്പച്ചൻ ബ്രദർ നമ്മുടെ ശുശ്രൂഷയിൽ ഗാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഔസേപ്പച്ചൻ ബ്രദർ, അവരെല്ലാവരും ചേർന്ന് ശുശ്രൂഷകളെ നേതൃത്വം കൊടുക്കുന്നു. ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും അടുത്ത ആഴ്ചയിൽ ദൈവം നമ്മളെ ലൈവായിട്ട് അവിടെ സഹായിക്കട്ടെ. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ ഓൺലൈനിലുള്ള ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. അവിടെ കഴിയുന്നത്രയും എല്ലാവർക്കും കോട്ടയത്ത് ഒന്നിച്ചു ചേരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കൂടിക്കാണുന്നവരെയും കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു. ലോകെ ഞാനെന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. ലോകെ ഞാനെന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ